പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, വളരെ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് നാം ഏവരും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹുവിൻ്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു, സയഅതി സമാനുൻ അലാ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിന്റെ മേലൊരു കാലഘട്ടം വരാനുണ്ട് സഹാബ, എൻ്റെ ഉമ്മത്തിന്റെ മേലൊരു അവസ്ഥ വരാനുണ്ട് സഹാബ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ ഒരാൾ മുറുകെ പിടിച്ചാൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീഅയെ ഒരാൾ പിൻപറ്റിയാൽ അവന് ഷഹീദിന്റെ കൂലി എന്ന് അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാം ഗൗരവത്തോടു കൂടി എടുക്കേണ്ട ചില ചിന്താ വിഷയങ്ങൾ ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാ. സഹോദരങ്ങളെ, നമ്മുടെ ഇന്ത്യ എന്ന മഹാരാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത് എന്തൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ്. സഹോദരങ്ങളെ, വരുന്ന വാർത്തകൾ വല്ലാതെ കൗതുകപ്പെടുത്തുന്ന വാർത്തകളാണ് നമ്മുടെ മുന്നിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ഈ ഒരു അവസ്ഥയിൽ നാം വളരെ ഗൗരവത്തോടു കൂടി എടുക്കേണ്ട ഒരു ചിന്താ വിഷയമാണ്. സഹോദരങ്ങളെ, വ്യഭിചാരം, ആഭാസത്തരങ്ങൾ, തെമ്മാടിത്തരങ്ങൾ, പേക്കൂത്തുകൾ എല്ലാം അധികരിക്കുന്ന ഈ സാഹചര്യത്തിൽ സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസമല്ലേ ഒരു കൊല നടന്നത്. നൊന്ത് പ്രസവിച്ച ഉമ്മ, സ്വന്തം നൊന്ത് പ്രസവിച്ച ഉമ്മ, ആ ഉമ്മയെപ്പോലും കൊന്നു കളഞ്ഞ മകന്. സഹോദരങ്ങളെ, 23-കാരൻ അഫ്ഫാൻ എന്നറിയപ്പെടുന്ന, അഫ്ഫാൻ എന്ന പേരുള്ള 23-കാരൻ നടത്തിയ കൊലപാതകം നാം എല്ലാവരും അറിഞ്ഞതല്ലേ. സഹോദരങ്ങളെ, അനുജനെ കൊന്നു, പിതൃമാതാവിനെ കൊന്നു, പെൺസുഹൃത്തിനെ കൊന്നു, ബന്ധുക്കളെ കൊന്നു. സഹോദരങ്ങളെ, മാതാവാണെങ്കിൽ സഹോദരങ്ങളെ, സ്വന്തം നിന്ന് പ്രസവിച്ച ഉമ്മ, നമുക്കറിയാം, ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവള് തന്നെയാ. സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ഗൗരവത്തോടു കൂടി എടുക്കണം. ഇന്ത്യ എന്ന മഹാരാജ്യം എന്ന് വേണ്ട കേരളം എന്ന സംസ്ഥാനം പോയിക്കൊണ്ടിരിക്കുന്നത് ഏതൊരു സാഹചര്യത്തിലൂടെയാണോ? തിരുവനന്തപുരം എന്ന ജില്ലയിലല്ലേ നടന്നത്? സഹോദരങ്ങളെ, കൂട്ടക്കൊലപാതകമാ, 6 പേരെ അങ്ങോട്ട് കൊന്നുകളഞ്ഞ്. സഹോദരങ്ങളെ, എങ്ങനെയാണ് ഈ കാലഘട്ടം എന്നറിയോ? കൊല്ലും കൊലയും ആവാസത്തരങ്ങളും തെമ്മാടിത്തരങ്ങളും എല്ലാം കാണിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, ഈ സാഹചര്യത്തിൽ എല്ലാവരും പരാതി പറയുന്നുണ്ട്. വീട്ടിൽ ബറക്കത്തില്ല, സമ്പത്തിൽ ബറക്കത്തില്ല, ഒന്നിനും ബറക്കത്തില്ല. ഉസ്താദേ, എങ്ങനെ ബറക്കത്തുണ്ടാകാനാണ്? എങ്ങനെയാണ് ബറക്കത്തുണ്ടാകുന്നത്? ഇതുപോലെയുള്ള കൊന്നും കൊലയും ആഭാസത്തരങ്ങളും തെമ്മാടിത്തരങ്ങളും വ്യഭിചാരങ്ങളും എല്ലാം നടത്തുമ്പോ പിന്നെ എങ്ങനെയാണ് എൻ്റെ സഹോദരങ്ങളെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാവുക? സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു, ഖൈറുൽ ഖുറൂനി ഖർനി, ഖൈറുൽ ഖുറൂനി ഖർനി, ഏറ്റവും നല്ല കാലഘട്ടം ഖർനി, അതെന്റെ കാലഘട്ടമാണ്. ഏറ്റവും നല്ല കാലഘട്ടം ഖർനി, അതെന്റെ കാലഘട്ടമാണ്. അതിനുശേഷം ഏറ്റവും നല്ല എന്റെ കാലഘട്ടത്തിന് ശേഷമുള്ള ഏറ്റവും നല്ല കാലഘട്ടം സുമ്മല്ലദീന യലൂനഹും, അത് സ്വഹാബാക്കളുടെയും താബഈങ്ങളുടെയും കാലഘട്ടമാണ്. സുമ്മല്ലദീന യലൂനഹും, പിന്നെ അതിനുശേഷം ഏത് കാലഘട്ടമാണെന്നറിയോ? ഏറ്റവും നല്ല കാലഘട്ടമാണ് അത് താബഈങ്ങളുടെയും താബഈങ്ങളുടെയുമാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോ, അങ്ങനെ ഓരോ തലമുറ ഇങ്ങനെ കടന്നു വരുമ്പോ, ഓരോ തലമുറ ഇങ്ങനെ കടന്നു വരുമ്പോ കാലഘട്ടം വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ. അല്ലാഹു നാം ഏവരെയും കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ.